ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ജർമ്മനിയിൽ ഒരു നേഴ്സാണോ? ആണെങ്കിൽ നിങ്ങൾക്കൊരു പേഷ്യൻ്റ് അഡ്മിഷൻ വന്നാൽ കുറച്ച് കാര്യങ്ങൾ, അതായത് പേഷ്യൻ്റ് ഹിസ്റ്ററി കളക്ഷനിൽ മെയിനായിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് അനംനേസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഹിസ്റ്ററി. രണ്ടാമത് വരുന്നതാണ് സോഷ്യാലെ അനംനേസ്, അതായത് സോഷ്യൽ ഹിസ്റ്ററി. മൂന്നാമത് വരുന്നത് കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ അനംനേസിയാണ്, അതായത് മെഡിക്കൽ ഹിസ്റ്ററി. അതിൽ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മെയിനായിട്ട് ചോദിച്ചറിയണം. അതിൽ ആദ്യത്തെ ക്രാങ്കൻ ഗിസിഷ്ടെ, അതായത് പേഷ്യൻറ്റിന് മുന്നത്തെ അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കണം. രണ്ടാമത്തെ ആക്ടുവലെ ബെഷ്വേർട്ടൻ, അതായത് പേഷ്യൻറ്റിന് ഇപ്പോഴുള്ള കംപ്ലയിൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായി മെഡിക്കമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നാലാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അലർജി, അതായത് പേഷ്യൻറ്റിന് എന്തിനെങ്കിലും മെഡിസിനോടോ അല്ലെങ്കിൽ ഫുഡിനോടോ അലർജി ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മളത് നോട്ട് ചെയ്ത് ചോദിക്കണം. രണ്ടാമത്തെ കാറ്റഗറിയാണ് സോഷ്യൽ അനംനേസ്, അതായത് സോഷ്യൽ ഹിസ്റ്ററി. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. അതിൽ ആദ്യത്തെ കാര്യമാണ് അവരുടെ ഫാമിലിയൻ സ്റ്റാൻഡ്, അതായത് പേഷ്യൻ്റ് മാരീഡ് ആണോ അൺമാരീഡ് ആണോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് അവരുടെ ബെറൂഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്യുപ്പേഷൻ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് സോഷ്യാലെ ഉണ്ടർസ്റ്റുഡ്സും, അതായത് അവർക്ക് സോഷ്യലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നത് കുറച്ച് വൈറ്റർ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷനാണ്. അതിലാദ്യം വരുന്നത് എമർജൻസി കോണ്ടാക്ട്, അതായത് നോട്ട് ഫാൾ കോണ്ടാക്റ്റ് ആണ്. അതായത് പേഷ്യൻറ്റിന് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത്, അവരുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ അഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഫെർസിഷറും സ്റ്റാറ്റൻ, അതായത് ഇവിടെ ജർമ്മനിയിൽ ഏതൊരാൾക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡാറ്റാസും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഹെഡിങ്ങുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതിൽ വിശുദ്ധമായിട്ട് ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ വീഡിയോയിൽ, മെയിൻ ചാനലിലെ വീഡിയോയിൽ ഞങ്ങൾ 3 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ പോയി നോക്കിയാൽ കുറേ ജർമ്മനിലുള്ള ക്വസ്റ്റ്യൻസ്, പേഷ്യൻസിനോട് നേഴ്സുമാർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.